നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എന്റെ മനസ്സിൽ നീയല്ലാതെ മറ്റാരെയും പ്രതിഷ്ഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഊർജം നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി വളരെയധികം സന്തോഷപൂർണമായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രീതിയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും വളരെ സന്തോഷത്തോടെ ആസ്വദിച്ച് മുന്നോട്ട് ജീവിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് ഒറ്റപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഒറ്റപ്പെട്ടുള്ള ജീവിതം എനിക്ക് മതിയായിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്കും തിരിച്ചറിവിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായ മാറ്റങ്ങൾക്ക് വിധേയമാകുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം തനിക്കുണ്ടായിരുന്ന ഒരുപാട് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ വേണ്ടാത്ത അവിശ്വാസങ്ങളും ചിന്താഗതികളും തെറ്റിദ്ധാരണകളും ഇവയെല്ലാം കൂടെ കൊണ്ട് നടന്നിട്ട് തനിക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നു ചേരുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് അമ്മയുടെ നല്ല രീതിയിലുള്ള ഒരു സാന്നിധ്യം വന്നുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു. അമ്മ എന്ന് പറയുമ്പോൾ അത് സ്ത്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് സ്വന്തം അമ്മയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മുതുമുത്തശ്ശിമാരിൽ നിന്നായിരിക്കാം, പൂർവികരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീ ദൈവങ്ങളോടായിരിക്കാം. എന്തുകൊണ്ടോ അത്തരം ഊർജം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതിൻ്റെയും നിങ്ങളിൽ നിന്നും അകന്നു പോകേണ്ടി വന്ന സാഹചര്യത്തെയും കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് സ്വന്തമായി തന്നെ ലജ്ജ തോന്നിപ്പിക്കുന്ന ഒരു ചിന്താഗതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ഒരു തരത്തിലുമുള്ള താല്പര്യമോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും ഈ വ്യക്തി അതിലേക്ക് വഴങ്ങി വീഴുകയില്ല. കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹം മാത്രമാണ് യഥാർത്ഥമെന്ന് എന്നുള്ളതാണ്. നിങ്ങളുമായി എത്രമാത്രം അതിശക്തമായി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നുവോ അത്രയും ശക്തമായി തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയത്നങ്ങൾ പ്രയത്നിക്കുവാൻ സാധിക്കുന്നുവോ, എന്തൊക്കെ പ്രാർത്ഥനകൾ നടത്തുവാൻ സാധിക്കുന്നുവോ അതെല്ലാം തന്നെ ഈ പേഴ്സൺ ചെയ്യുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രന്റെ പരിപൂർണമായിട്ടുള്ള ഊർജത്തിൽ നിലനിൽക്കുമ്പോൾ ആ ഒരു ചന്ദ്രഭഗവാന്റെ വളരെയധികം ഊർജം ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഊർജം പലപ്പോഴും ഈ വ്യക്തിക്ക് അനുഭവിക്കാനോ അല്ലെങ്കിൽ അത് ആ ഒരു ഊർജത്തെ താങ്ങുവാനോ സാധിക്കാത്തതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ശക്തമായി നമുക്കിവിടെ കാണാൻ കഴിയുകയാണെങ്കിൽ വളരെയധികം പൗർണമി ദിവസങ്ങളിൽ അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ നന്നായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രത്യേക തരത്തിലുള്ള ഒരു വൈബ്രേഷനിലൂടെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും വന്നു ചേരുന്നത്. അത് പലപ്പോഴും ഈ വ്യക്തിയെ വിഷമത്തിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഇവിടെ സംഭവിച്ചിട്ടുള്ള പല തെറ്റുകളുടെയും പരിപൂർണമായിട്ടുള്ള ഉത്തരവാദി ഈ പേഴ്സൺ മാത്രമാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുവാൻ തന്നെയാണ്. ഇതിനു മുമ്പ് മറ്റു പലവരുടെയും ഇഷ്ടത്തിനനുസരിച്ചും അവരുടെ സാന്നിധ്യത്തിനനുസരിച്ചുമാണ് ഈ വ്യക്തി ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളോടെന്ന പോലെ വളരെയധികം സ്നേഹം തന്നെയാണ്.
ഈ വ്യക്തിയുടെ ഇഷ്ടത്തിലെ ഒന്നാമത്തെ, അതായത് ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോ ഇവിടെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ എത്രമാത്രം ശക്തമായി തന്നെ തിരിച്ചു വരാം എന്നുള്ള ഒരു ചിന്തയിലും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു കാരണവശാലും ഈ വ്യക്തി പുറകിലേക്ക് മാറിപ്പോകുവാൻ തയ്യാറല്ല. അതുമാത്രമല്ല, ക്ഷേത്ര ദർശനങ്ങളും അതുപോലെ തന്നെ പള്ളിയിലുമൊക്കെ കുമ്പസാരിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഒക്കെയായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. തൻ്റെതായിട്ടുള്ള കുറ്റത്താൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ എത്രയും പെട്ടെന്ന് തിരുത്തണമെന്നും അത് യഥാർത്ഥത്തിലേക്ക് മുന്നോട്ട് നന്നായി പോകണമെങ്കിൽ ഈ പേഴ്സന്റെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കണമെന്നുമുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട്. അതൊരു നല്ല മനുഷ്യന്റെ ലക്ഷണം തന്നെയാണ്. അല്ലെങ്കിൽ തനിക്ക് നല്ലൊരു മനുഷ്യനാകണം എന്നുള്ള ചിന്തയുടെ ആദ്യത്തെ ലക്ഷണം തന്നെയാണ്. അതുമാത്രമല്ല, ഈ പേഴ്സൺ സ്വന്തമായി തന്നെ സെൽഫ് ലവ് ചെയ്യുവാനും തുടങ്ങിയിരിക്കുന്നു. തൻ്റെ ദുശീലങ്ങളായിട്ടുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നല്ല വ്യായാമം അതുപോലെ നല്ല ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് നന്നായി ഉറങ്ങി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ പലവരും ഈ വ്യക്തിയെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടാകാം എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ പേടിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് പരാതി പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും തെറ്റുകളെ കുറിച്ചുള്ള ചിന്തകൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വരുമോ? മറ്റുള്ളവർ അറിയുമോ? നാണക്കേടാകുമോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ വ്യക്തി വ്യാകുലപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു വ്യാകുലപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു പേടിയിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ പുതിയൊരു മനുഷ്യനായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും തൻ്റെ സ്വഭാവങ്ങളും ചിന്തകളൊന്നും മാറ്റിയെടുത്തില്ലെങ്കിൽ തനിക്ക് ഇതെല്ലാം തന്നെ ജീവിതത്തിൽ ഒരു ശത്രുക്കളായി മാറുമെന്നും ഈ പ്രണയബന്ധത്തെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും നിങ്ങളുടെ ആജന്മ ശത്രുവായി ഈ വ്യക്തി മാറും എന്നുള്ള പേടിയും കൂടിയാണ് ഈ പേഴ്സണെ നല്ലൊരു മനുഷ്യനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള ഊർജത്തെ ഇപ്പോൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായ ചിന്തകൾ തന്നെയാണ് ഒന്നിനു പുറകെ ഒന്നായി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് വിധേയമാവുക എന്നുള്ളത് തൻ്റെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജീവിതം താൻ തന്നെ സ്വന്തമായി തിരഞ്ഞെടുക്കുമെന്നും മറ്റാരുടെയും ആവശ്യം എനിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയത്തിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട്. അത് തീർത്തും ഈ വ്യക്തിക്ക് അനുയോജ്യമാണ്. കാരണം ഈ പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഒരുപാട് മറ്റുള്ള വ്യക്തികളുടെ സാന്നിധ്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു തരത്തിലും അനുവദിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, കാമുകന്മാരായിരിക്കാം. അപ്പോൾ ഏത് ബന്ധമൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് ഏറ്റവും വലിയൊരു പോരായ്മ കൂടിയാണ്. അതുകൊണ്ട് അതിലൂടെ നിങ്ങൾക്കിടയിൽ വിള്ളലുകളും അകൽച്ചകളും സൃഷ്ടിക്കപ്പെട്ടു. ഇതിലൂടെ നിങ്ങൾ രണ്ടുപേരും നന്നായി തന്നെ വേദനിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു എന്നല്ലാതെ യാതൊരു തരത്തിലും ഒരു വ്യക്തിക്കും ഒരു നേട്ടങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും നന്നായി തന്നെ വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലോ, നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കുകയും നിങ്ങളും വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടിയും ശത്രുക്കളുടെ കാര്യമാണെങ്കിലോ അവർ വളരെയധികം സന്തോഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതെന്തൊക്കെ കർമ്മമായിരുന്നോ അതെല്ലാം തന്നെ തേർഡ് പാർട്ടിയിലേക്ക് 100 ഇരട്ടിയായി പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അവർക്കൊരു തിരിച്ചടിയായി അവരുടെ ജീവിതത്തിലും അവരുടെ പേഴ്സണൽ ലൈഫിലേക്കും അതൊരു വിനയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം വളരെ അഴുക്ക് പറ്റിയിരുന്ന നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതം വളരെയധികം പരിശുദ്ധതയിലേക്കും പളുങ്ക് പോലെ വെളുത്തിരിക്കുന്ന
വളരെയധികം ക്ലാരിറ്റിയിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ദേവീ ദൈവങ്ങളെ നന്നായി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം. നന്നായി തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് റിയൂണിയൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.